إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وفي العالم سلطان معين عبد القادر الجيلاني قدس الله سره سيدنا وسندنا السيد تقي الدين محمد الدارمي القادري وجميع مشايخنا وأساتذتنا كلهم أجمعين. الفاتحة. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين يا رب العالمين. പിന്നെ നമ്മൾ ഓജലാനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കൽബ് നഫ്സിനെ ഒതുക്കി നിർത്തുന്ന കാര്യം പറഞ്ഞു. ദവാവും ദാവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചികിത്സയും രോഗവും. അപ്പം ഫഇല്ലം തുതിഅക ഫീമാ തുരീദു, നീ ഉദ്ദേശിക്കുന്നതിൽ നിനക്ക് വഴിപ്പെടുന്നില്ല എങ്കിൽ മിൻ ത്വാഅത്തില്ലാഹി അസ്സ വജല്ല, എന്ത് ചെയ്യും? നിന്നെ അതുകൊണ്ട് തള്ളിയിടും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇല്ല, അങ്ങനെ വഴിപ്പെടുന്നില്ലെങ്കിൽ ആഖിബുഹ, ആ നഫ്സിനെ ഒന്ന് ഇഖാബ് ചെയ്താലേ പറ്റുകയുള്ളൂ, ഒന്ന് ദ്രോഹിക്കേണ്ടി വരും. ഇങ്ങനെ ദ്രോഹിക്കലെങ്ങനെ? കുത്തലല്ല, ബി സയ്യാത്തിൽ ജൂഇ വൽ അത്ഷ്, വിശപ്പും ദാഹവും കൊടുത്ത് ശിക്ഷിക്കുക. ഒരു മനുഷ്യനാണെന്നും റബ്ബാണെന്നും തിരിയുന്ന വിശപ്പിൽ കൂടിയാണെന്ന് പറഞ്ഞല്ലോ. നീ തന്നെ, ഞാൻ തന്നെ എന്നൊക്കെ ഒരു മനുഷ്യനെ ഇങ്ങനെ പരീക്ഷിച്ചില്ലേ അല്ലാഹു തആല? തീയിട്ട് പരീക്ഷിച്ചു വിഷം, കാറ്റും മഴയിലൊക്കെ അങ്ങനെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നൊക്കെ. ലാസ്റ്റ് വിശപ്പ് കൊണ്ട് പരീക്ഷപ്പെട്ടാ പറഞ്ഞത് അന്ത അല്ലാ അന അബ്ദുക്, അന്ത അന എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് പിന്നെ അതായി. അപ്പം ഊണും ഉറക്കവും ഒന്നുമില്ലാതെ എന്ന് പറഞ്ഞില്ലേ ഓതല്ലാന്നവനെ പറ്റി. വല്ലത്തിഷ് വദ്ദുൽ വൽഉറാ വൽഖൽവ ഫീ മൗദിഇൻ, ദാഹം വിശപ്പ്, ഇത് രണ്ട് തയ്ക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പിന്നെ നമ്മളെങ്ങനെ അവലേഖന്മാരാവും? നിസാരത, അതും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ ആരെങ്കിലും കുറ്റം പറയാമെങ്കിൽ നമ്മളിപ്പോൾ ഈ വാട്സപ്പിനകത്തിപ്പോൾ കയറി പലതും പറയുന്നല്ലോ. ഒന്ന് 2 മൈനസ് പോയിന്റ് വിടാമെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ നിസാരത ഇത് കാട്ടണം. വൽ ഉറ, എല്ലാത്തിനും തൊട്ട് ഒഴിവാകുക എന്നായിരിക്കണം ഉറ എന്നുള്ളത്. വൽ വിരിയാൻ പറയും നമ്മൾ. വൽ ഖൽവത്തു ഫീ മൗദിഇൻ ലാ അനീസ ഫീ മിനൽ ഖൽഖ്, സൃഷ്ടികളിൽ നിന്നും ഒരു ഈനാസുമില്ലാത്ത, നേരം പോക്കാക്കുന്ന ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുക. നമ്മളെ കൊണ്ട് ബിആർ മൗലാന അങ്ങനെ ഇരുന്ന ആളാണ്. ഉച്ചക്കുന്നിലടങ്ങിയിരിക്കുന്ന പട്ടാളപ്പാടെ ഷെയ്ഖ് ഒരാണ്ടാണ് ഈ ശനിയാഴ്ച. അല്ലാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. ആദം മലയുടെ ഗുഹയിൽ 12-18 കൊല്ലം ഒറ്റ ഇരുത്തായിരുന്നു. ഇറങ്ങി വരുമ്പോൾ കാല് വരെയുണ്ട് മുടി വളർന്നിട്ട്, മീശയും മുടിയും നഖവും എല്ലാം. അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്തോളി. അല്ലാതെ 2-3 മാസം ഏതെങ്കിലും കാട്ടിൽ പോയി 2 റിയാദ വീടുകൊണ്ട് വരും, കുരുവട്ടൂർ ഷെയ്ഖെന്ന് പറഞ്ഞിട്ടുകൊണ്ട് കയറി വന്നാൽ അത് ഈ ആയത്തുൽ കുർസിന്റെ റിയാദ വീഡിയോ കിട്ടും. ഖന്ദിയാസ് എന്ന് പറയുന്ന ഒരു ജിന്നിനെ കൂടെ കിട്ടും. അയാൾ നമുക്ക് ബന്ധം ചെയ്ത് തരും. അങ്ങനെ വല്ല എഴുത്തിലും കിതാബൊക്കെ കണ്ടിട്ട് ചെയ്തിട്ടേ അങ്ങനെ കയറി വന്നാൽ കുതിരയ്ക്ക് പാല് കൊടുക്കുന്നതും ആട് പാല് കൊടുത്തതും പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ കറാമത്തും പറഞ്ഞോട്ട് അല്ലാഹ് പഠിച്ചോട്ടെ. മൗദിഉൻ ഖാലിൻ വൽ ഖൽവത്തു ഫീ മൗദിഇൻ ലാ അനീസ ഫീഹി മിനൽ ഖൽഖ്. ഇവ ശൈഖന്മാർക്ക് റിയാദാണെങ്കിൽ കൂടെ പിള്ളേർ വേണം. അതല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? കുറെ ഫോട്ടോ പിടിക്കുന്ന ആൾക്കാർ വേണം. ഷെയ്ഖ് കിടക്കുന്നതും ഇരിക്കുന്നതും ഷെയ്ഖിന് പാല് കൊടുക്കുന്നതും. ഇതാണ് ലാ അനീസ ഫീഹി ആയത്.
ഔദുല്ലാന്നും പറഞ്ഞാലാണ്. ഔദുല്ലാന്നും അങ്ങനെ പാടുപെട്ടാണ്. മനസ്സിലായില്ലേ? ഔദുല്ലാന്നും അങ്ങനെ കിസ്റയുടെ കൊട്ടാരത്തിലെ ചുറ്റുഭാഗത്തൊക്കെ ഒരുപാട് ഖൽഖില്ലാതെ, മനസ്സിലായി? ലാ തനഹ ഹാദിഹി സിയാത്ത നഹായു നഹി ലാ തുനഹി ഹാദിഹി സിയാത്ത്. ആ ചാട്ടവാറ് നീ ഒഴിവാക്കരുത് മോനെ. ഹത്താ തത്മഇന്ന വതുഫീഅ അല്ലാഹ്. ആ ഖൽബ് നിന്റെ നഫ്സൊന്ന് ശാന്തമാകട്ടെ, അള്ളാഹുവിന് വഴിപ്പെടട്ടെ. ഫീ കുല്ലി ഹാൽ ഫൈദത്തുമഇനത്ത് ലാ തഖ്ലുൽ മുആഖബത ബൈനക വബൈനഹ. അങ്ങനെ ശാന്തമായെന്ന് കണ്ടാലും ഒഴിവാക്കരുത് ഈ ശിക്ഷാ നടപടി. അച്ചടക്കലംഘനം കാണിക്കുമ്പോൾ നമ്മളെ നേട്ടം കിട്ടാൻ വേണ്ടി, ദുന്യവിയായ നേട്ടം കിട്ടാൻ വേണ്ടി എത്ര നിരാഹാരവും എത്ര കിടക്കുന്നവരാ നമ്മളൊക്കെ. അള്ളാഹുവിന്റെ അടുക്കൽ നിരാഹാരം കണ്ടില്ലേ? അല്ലാ തുകല്ലിമന്നാസ സ്വലാത ലയാലി. കുട്ടിയെ കൊടുത്തതിന് അള്ളാഹു താല കൊടുത്തൊരു റിയാമയല്ലേ? ജനങ്ങളോട് 3 രാത്രി സംസാരിക്കാൻ പാടില്ല. ഇതിങ്ങനെ വെറുതെ കിട്ടത്തൊന്നുമില്ല. ഓരോ അള്ളാഹുവിന്റെ ഓരോരോ നിയമത്തുകളും കല്യാക്കന്മാരാക്കാൻ നടക്കിയങ്ങനെ ഏട്ടാ. ബൈനക ബൈന ലൈസ ഫഅൽത കദാ വകദാ وافقها حتى لا تزال منكسرة إنما تستعين على هذا جميعه يطلب مراد الله عز وجل وبموافقته وترك معاصيه وأن يكون ظاهرك وباطنك واحدا. ليس فعلت كذا وكذا. ഈ നഫ്സ് പലതും ചെയ്ത് കൂട്ടിയതല്ലേ, ആ നഫ്സിനോട് നീ യോജിച്ചതുമല്ലേ. ഇത് ആ നഫ്സിങ്ങനെ ആകണം. ലാ തസാലു മുൻകസിറത്ത്. അത് നഫ്സിങ്ങനെ വേജാറിലും വെപ്രാളത്തിലും. ലമാ തസ്തഈനു അലാ ഹാദാ ജമീഇഹി. ഇതിലെല്ലാം മനസ്സ് സഹായം ചോദിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതിലെല്ലാം നീ സഹായം ചോദിക്കണം. ബി തലബി മുറാദില്ലാഹി അസ്സ വജല്ല ബിമുവാഫഖതിഹി. അല്ലാഹുവിനോട് യോജിക്കുക. വതർക്കി മആസിയ. നിസ്യാൻ ചെയ്യുന്നതിനെ തൊട്ട് ഒഴിവാക്കുക. വയകൂന ളാഹിറക ബാത്തിനക. നിന്റെ ഉള്ളും പുറകും എല്ലാം ഒന്നാകണം. വാഹിദൻ തസീറു മുവാഫഖതൻ ബിലാ മുഖാലഫ. അത് താഅത്തൻ ബിലാ മഅസിയ. അങ്ങനെ വരുമ്പോൾ നീ ആകും അല്ലാഹുവിനോട് യോജിച്ചവനാകും, അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നവനാവുകയില്ല. അല്ലെങ്കിൽ ആ നഫ്സാകും മുവാഫഖത്തൻ ബിലാ മുഖാലഫ, താഅത്തൻ ബിലാ മഅസിയ. മഅസിയത്ത് കൂടാതെയുള്ള താഅത്തിലാകും. ശുക്റൻ ബിലാ കുഫർ. നന്ദിയിലാകും, നന്ദിയുള്ളതാകും, നന്ദികേട് കാണിക്കുകയില്ല. ദിക്റും ബിലാ നിസ്യാൻ. മറക്കാതെ ദിക്റിലാകും. ഖൈറൻ ബിലാ ശർ. എപ്പോഴും ദിക്റൻ ബിലാ നിസ്യാൻ, ഖൈറൻ ബിലാ ശർറിൻ. മനസ്സിലായില്ലേ? ഷർറില്ലാതെ എപ്പോഴും ഖൈറിലാകും. ലാ ഫലാഹ ലിഖൽബിക്. നിന്റെ ഖൽബിന് ഒരു വിജയവും ഇല്ല മോനെ. ഏത് ഹാലിൻ വഫീഹി ഗൈറുല്ലാഹി അസ്സ വജൽ. അല്ലാഹു അല്ലാത്തതാണ് നിന്റെ ഖൽബിലുള്ളത് മോനെ. ലൗ സജദ്ത ലഹു. അല്ലാഹുവിന് വേണ്ടി നീ അൽഫാമിൻ അലൽ ജംർ. തിക്കട്ടയുടെ മേൽ 1000 കൊല്ലം സുജൂദ് ചെയ്താലും നിന്റെ ഖൽബിൽ അല്ലാഹ് അല്ലാത്ത ഒന്നുണ്ടോ? വിജയമേ ഇല്ല. വഅന്ത തുഖ്ബിലു ബിഖൽബിക അലാ ഗൈരിഹി. നീ അല്ലാത്തവരുടെ മേൽ, അല്ലാഹു അല്ലാത്തവരുടെ മേൽ നിന്റെ ഖൽബ് കൊണ്ട് നീ മുന്നിടുന്നുണ്ട്. എന്നാൽ ലമാ നഫഅക ദാലിക. ഈ 1000 കൊല്ലം നീ സുജൂദ് ചെയ്തതും നിനക്ക് പ്രയോജനമില്ല. ലാ ആഖിബത ലഹു വഹുവ യുഹിബ്ബു ഗൈറ മൗലാഹു അസ്സ വജല്ല. ആ നഫ്സിനൊരു അന്തിമ വിജയം കാണുകയില്ല ആ ഖൽബിന്. ഏതീ നിലയില്ലാത്തവർ ഹബ്ബ് ചെയ്യുന്നുണ്ട്. ലാ തസ്അദു ബിഹബ്ബിഹി ഹത്താ തഅദിമൽ കുല്ല. അല്ലാഹുവിനോടുള്ള ഹബ്ബ് കൊണ്ട് ആ നഫ്സിന് വിജയം കരഗതമാവുകയില്ല, കരസ്ഥമാവുകയില്ല. എല്ലാറ്റിനെയും ആ നഫ്സ് ഒഴിവാക്കുന്നത് വരെ. അയ്യു ശൈഉൻ യൻഫഉക ഇദ്ഹാറു സുഗ്ദി ഫിൽ അശ്യാഇ. എന്ത് പ്രയോജനമാണ് മോനെ നിനക്ക് പ്രയോജനം ചെയ്യുന്നത്? ഏത് വസ്തുവാണ്?
നീ എല്ലാ വിഷയങ്ങളിലും നീ പരിത്യാഗം കാണിക്കുന്നുണ്ട്, വെടിയൽ കാണിക്കുന്നുണ്ട്. അത് പുറമെയുണ്ടോ നിന്റെ ഖൽബിൽ മറ്റൊന്നാണ്. നിന്റെ ഖൽബ് കൊണ്ടതിലേക്ക് നീ മുന്നിടുന്നു, പുറമേ നീ വേണ്ട എന്ന് വെക്കുന്നു. മാത്രമല്ല നീ അറിയില്ലേ അന്നല്ലാഹു അസ്സ വജല്ല യഅലമു മാ ഫീ സുദൂരിൽ ആലമീൻ. ലോകരുടെ ഹൃദയങ്ങളിലുള്ള അറിയുന്നവനാണെന്ന് അറിയുന്നില്ലേ. മാ തസ്തഹി, എന്തുകൊണ്ട് നിനക്ക് നാണമില്ലേ. തഖൂലു ബിലിസാനിക തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഞാൻ തവക്കുലാക്കി എന്ന് വാഗൊണ്ട് പറയുന്നുണ്ട്. ഏത് ഹാലിൽ. ലാ വഫീ ഖൽബിക ഗൈറുഹു യാ ഗുലാം ലാ തഗ്തർ ബിഇൽമില്ലാഹ്. നമ്മൾ ഇത്രയെല്ലാം തെറ്റ് ചെയ്തിട്ടും അല്ലാഹു ഹലീമാണ്. അല്ലാഹു പ്രതികാരം ചെയ്യാൻ കഴിവുള്ളതിനോടുകൂടെ ക്ഷമിക്കുകയാണ്. ആ ക്ഷമ കൊണ്ട് നീ എന്ത് ചെയ്യണ്ട, നീ ചതിയിലാകണം മോനെ. ഫഇന്ന ബത്ശഹു ശദീദ്, അവന്റെ പിടുത്തം വളരെ വലുതാണ്. അല്ലാഹ് കാക്കണേ റബ്ബേ. ലാ തഗ്തർ ബിഹൗലാഇൽ ഉലമാഇൽ ജുഹാലി ബില്ലാഹി അസ്സ വജല്ല കുല്ലു ഇൽമിഹിം അലൈഹിം ലാ ലഹും. നീ ഈ ആലിമീങ്ങൾ പലതും കാട്ടിക്കൂട്ടുന്നുണ്ടാകും, അത് കണ്ടുകൊണ്ട് നീ ചതിയിലാകണ്ട. അല്ലാഹുവിനെ കൊണ്ട് ജാഹിലീങ്ങളായവരാണവർ, പുറമെയാണ് ആലിമും പട്ടവും ഉള്ളത്. പക്ഷെ അല്ലാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കാത്തവരാണ്. പുറം നോക്കുമ്പോൾ സുഹുദിന്റെ വർത്തമാനമാണ്, അകത്തിലെല്ലാം അല്ലാഹു അല്ലാത്തവരിലേക്ക് മുന്നിടലാണ്. കുല്ലു ഇൽമിഹിം, അവരുടെ ഇൽമു മുഴുക്കയും അലൈഹിം, അവരുടെ മേൽ കേടാണ്. ലാലഹും, അവർക്ക് അനുകൂലമാകുന്നതല്ല. അവർ ഉലമാഉം ബിഹുക്മില്ലാഹ്, അല്ലാഹുവിന്റെ മതനിയമങ്ങൾ കൊണ്ടറിയുന്നവരാണ്. പക്ഷേ വജുഹാലും ബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ മഅരിഫത്ത് കൊണ്ടവർ അജ്ഞന്മാരാണ്. യഅ്മുറൂന അന്നാസ ബിഅംരിൻ, ജനങ്ങളോട് പലതും കൽപ്പിക്കുന്നുണ്ട്. ഫലാ യംതസിലൂനഹു വയൻഹൗനഹും, അവരെന്ത് ചെയ്യുന്നു, ജനങ്ങളോട് പറയുന്നതിന് അവർ ചെയ്യുന്നില്ല. അല്ലേ ജനങ്ങളെ അവർ നിരോധിക്കുന്നുണ്ടെന്ന് ചെയ്യും. പക്ഷേ വലായന്തഹൂനാനു, അവരതിൽ നിന്നും നിരോധാജ്ഞ സ്വീകരിക്കുന്നില്ല. യദഊന ഇലൽ ഹഖ് അസ്സ വജല്ല, അല്ലാഹുവിലേക്ക് അവർ വിളിക്കുകയാണ്. പക്ഷേ വഹും യഫിറൂന മിൻഹു, അല്ലാഹുവിൽ നിന്നും അവർ ഓടുകയാണ്. യുബാരിസൂനഹു ബിമആസിഹി വസല്ലാത്തിഹി, അല്ലാഹുവിനോട് അവർ വെളിവാക്കുന്നു അല്ലാഹുവിനെ ഇസ്യാൻ ചെയ്യൽ കൊണ്ടും സല്ലാത്ത് കൊണ്ടും. അസ്മാഉഹും ഇൻദീ, അവരുടെ പേര് എൻ്റെ അടുക്കൽ മുഅർറഖത്തുൻ മക്തൂബത്തുൻ മഅദൂദത്തുൻ. അല്ലാഹ് അതെല്ലാം പറയുകയാണ്. അവരുടെ പേരും ഊരും നാടും അവരുടെ ഡേറ്റും എല്ലാം, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അത് താരീഖായ നിലയിൽ, ചരിത്രപരമായ നിലയിൽ എൻ്റെ അടുക്കലുണ്ട് മോനെ, തയ്യാറാക്കപ്പെട്ടതാണ്. അല്ലാഹുമ്മ തുബ് അലയ്യ വഅലൈഹിം, പടച്ചവനെ ഞങ്ങളുടെ മേലും എൻ്റെ മേലും അവരുടെ മേലും തൗബയെ സ്വീകരിക്കണേ. അല്ലാഹ് വഹബിനാ കുല്ലനാ, ഞങ്ങൾക്കെല്ലാം നീ നൽകണേ. അല്ലാഹ് വഹബിനാ കുല്ലനാ, ഞങ്ങളെ എല്ലാം നീ ഹിബത്ത് നൽകണം. ലി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിന്റെ നബിയാവുന്ന മുഹമ്മദ് നബിക്ക് ഞങ്ങളെ മുഴുക്കയും നീ ഹിബത്ത് നൽകണേ. അല്ലാഹ് വലിയ അബീന ഇബ്രാഹിം അലൈഹിസ്സലാമിനും അല്ലാഹുമ്മ ലാ തുസല്ലിത്ത് ബഅദനാ ലാ ബഅദ്, ഞങ്ങളിൽ നിന്നും ബഅദന ബഅദിന്റെ മേൽ നീ അധികാരം ചെയ്യല്ലേ. അല്ലാഹ് വൻഫഅ ബഅദനാ ബിബഅദ്, ഞങ്ങളിൽ നിന്നും ബഅദിനെ ബഅദിനെ കൊണ്ട് പ്രയോജനം ചെയ്യണേ. അല്ലാഹ് വഅദ്ഖിൽനാ കുല്ലനാ ഫീ റഹ്മതിക, ഞങ്ങളെ എല്ലാവരെയും നിന്റെ റഹ്മത്തിൽ നീ കടത്തണേ. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, അനിത്തബിയ മില്ലത്തെ ഇബ്രാഹിം ഹനീഫാന്ന്. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഞങ്ങളെ അവസാനമായി കൊടുക്കണം എന്ന് പറഞ്ഞാല് നബി തങ്ങളുടെ ദീനാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദീനാണല്ലോ റസൂലുള്ളാഹിന്റെ ദീനും.
പല വിഷയങ്ങളിൽ. അപ്പൊ അങ്ങനെ ആ 2 പ്രവാചകന്മാരെ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും അങ്ങനെ ഉണ്ട്, പല പ്രവാചകന്മാരും ഉണ്ട്. അപ്പൊ അവരുടെ ദീനിന്റെ മുറയനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യവും സിറ്റുവേഷനും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അൽ മജ്ലിസ് സാനിയ ഖാല റളിയല്ലാഹു അൻഹു